വെട്ടി വെച്ചേക്കുന്ന ചുരിദാർ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം നമുക്ക് മടക്കിയടിക്കാം. ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കിയടിച്ചിട്ട് തുടങ്ങാം. ഒരേ അളവിൽ 4 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. 4 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം മടക്കി നല്ല വൃത്തിയായിട്ട് അടിവശം അടിച്ചു കൊടുക്കാം ലൈനിങ്ങിൻ്റെ. നല്ല വശം ഇടുക. നമ്മളിത് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ലൈനിങ് വെച്ച് മറിച്ചടിക്കുന്നത് കൊണ്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അടിവശം നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തയ്യൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയാണ് വെക്കുന്നത്. കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് പുറത്തേക്ക് കാണും. കട്ടിയുള്ള തുണിയായതുകൊണ്ട് ഉള്ളിലേക്ക് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അടിച്ച് മടക്കിയ വശം അതിൻ്റെ ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്യണേ. കഴുത്തിന് നേരെ വെച്ച് കറക്റ്റാക്കിയിട്ട് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം ആദ്യം. അതിൻ്റെ ഉള്ളിൽ മടങ്ങി വരാൻ നല്ല വൃത്തിയായിട്ട് വരാൻ നമുക്കത് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. തയ്യിലെ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല കഴുത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. കട്ട് ചെയ്തില്ലെങ്കിൽ അത് വളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, വൃത്തിയില്ലാതെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് മറിച്ച് എടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ വശത്ത് ലൈനിങ്ങിൻ്റെ വശം എടുത്തിട്ട് അടിത്തുണി ലൈനിങ്ങിൻ്റെ അങ്ങോട്ട് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് പതിച്ചൊരു പുറംകാണി കൊടുക്കാം. നല്ല വൃത്തിയായിട്ട്
ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റായി പിടിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ പീസ് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിങ് പീസിൻ്റെ സൈഡിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നേരെ വെച്ചിട്ട് പറഞ്ഞില്ലേ അടിവശം അകത്തേക്ക് വെച്ചടിക്കുന്നുണ്ടോ, നമ്മൾ അടിച്ച ഇതിൻ്റെ ഇത് അതിനുള്ളിലേക്കാക്കി വെച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. കാണാൻ നല്ല വൃത്തിയുണ്ട്. പുറത്ത് കാണാവുന്നതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കട്ടിയുള്ള തുണി മാത്രമേ അങ്ങനെ ചെയ്യാവൂ. ഇനി നമുക്ക് കഴുത്ത് പ്രസവ രീതിയിൽ അടിച്ചു കൊടുക്കാം. എല്ലാം കറക്റ്റ് വളരെ കറക്റ്റായി വെച്ചതിന് ശേഷം